ഇന്ന് നമുക്ക് നല്ല നാടൻ ചക്കക്കറി ഉണ്ടാക്കാം. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഇറച്ചിക്കറി തോന്നിപ്പിക്കുന്ന ഒരു അടിപൊളി ചക്കക്കറി. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ചക്ക എടുത്തിട്ടുണ്ട്. ഇതൊരു ഇളം ചക്കയാണ്, എന്നാൽ ഇടിച്ചക്കയേക്കാളും അല്പം മൂപ്പ് കൂടിയിട്ടുമുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇത് ആദ്യം രണ്ടായിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഒരു പകുതി മാത്രമേ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. ഈ പകുതി വെച്ച് കറി ഉണ്ടാക്കിയാൽ തന്നെ ഒരു 5-6 പേർക്കുള്ള കറി ഉണ്ടാവും. ഞാനിത് രണ്ടായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഭാഗം മാറ്റി വെച്ച് ഒരെണ്ണം എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഈ ഓരോ കഷ്ണങ്ങൾ എടുത്ത് ഇതിൻ്റെ ബാക്കിലുള്ള ഈ പച്ച കളറിൽ കാണുന്ന മുള്ളു പോലെയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഗ്രീൻ കളറിലുള്ള ഭാഗം മാത്രം കട്ട് ചെയ്താൽ മതി. അതിൻ്റെ വൈറ്റ് പാർട്സൊക്കെ നമുക്ക് കറിയിലേക്ക് ഇടാം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ മുഴുവൻ കഷ്ണത്തിൻ്റെയും ബാക്ക് സൈഡിലുള്ള ഗ്രീൻ കളറുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നാരും ഇതിൻ്റെ മുകളിലുള്ള ആ ഭാഗവും കൂടി കട്ട് ചെയ്ത് കളയണം. ഞങ്ങളുടെ നാട്ടിൽ അതിന് കൂഞ്ഞൽ എന്ന് പറയും. പൊതുവെ എന്താ പറയുന്നത് എനിക്കറിയില്ല. ഇത് അല്പം മൂത്തതായതുകൊണ്ടാണ് ഈ നാര് കളയുന്നത്. ഇടിച്ചൊക്കെ ആണെങ്കിൽ നാരടക്കം കറി വെക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള വെള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കറിയിലേക്ക് ഇടാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലുള്ള ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതും കൂടി കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ നാര് പെട്ടെന്ന് മാറ്റാൻ കഴിയും. ഈ നാരിന് പെട്ടെന്ന് ഇളകി വരും. നമുക്ക് ചുള മാത്രമായിട്ട് പുറത്തേക്ക് എടുക്കാൻ കഴിയും. ചക്ക മൂത്തതായതുകൊണ്ട് ഈ നാര് നല്ല കട്ടിയുണ്ട്, അല്ലെങ്കിൽ നമുക്കിത് കറിയിലേക്ക് ഇടാവുന്നതേ ഉള്ളൂ. ഇതുപോലെ എല്ലാ ചക്കയുടെയും നാരും മുകളിലുള്ള ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ചക്കച്ചുളയും കുരുവും ഒക്കെ ഒന്നിച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഈ കുരുവിന് തൊലിയൊന്നും വന്നിട്ടില്ല. ഇളം ചക്ക ആയതുകൊണ്ട് തൊലിയൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് തൊലി കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ ചെറുതായിട്ട് നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുഴുവൻ ചക്കയും കട്ട് ചെയ്തെടുക്കുക. ഈ കട്ട് ചെയ്തെടുത്ത ചക്ക മുഴുവൻ ഒരു ബൗളിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാനിതിവിടെ കഴുകിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഉള്ളി കട്ട് ചെയ്തത് ചേർക്കാം. ഒരു ചെറിയ ഉള്ളിയുടെ പകുതി മാത്രം ചേർത്താൽ മതി. 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. 4 പച്ചമുളക് നെടുകെ കീറിയത്, ഒരല്പം കറിവേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് വെള്ളം. ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഇതിൻ്റെ വെയിറ്റ് ഇട്ടതിന് ശേഷം അടുപ്പത്ത് വെച്ച് 4 വിസിൽ വരുന്നത് വരെ വേവിക്കാം. 4 അല്ലെങ്കിൽ 5 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാനിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കറി ഉണ്ടാക്കാനുള്ള ചക്ക നന്നായിട്ട് വെന്തുടയണം. അതിന് വേണ്ടിയിട്ടാണ് പ്രഷർ കുക്കറിലേക്ക് ഇത് വെച്ചിരിക്കുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് പുളി കുതിർത്തെടുക്കാം. ഞാനിതിനു വേണ്ടി ഒരു നെല്ലിക്കയുടെ പകുതിയോളം മാത്രം പുളിയാണ് എടുത്തിട്ടുള്ളത്. ഈ കറിയിൽ പുളി കൂടിപ്പോയാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരല്പം പുളി മാത്രം ചേർത്താൽ മതി. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഈ പുളി നമുക്ക് കുതിർത്ത് വെക്കാം. ഇനി നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഞാൻ ചേർക്കുകയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, അതായത് ഫെനൽ സീഡ്സ് ചേർക്കാം. 3/4 കപ്പോളം വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിതിവിടെ നല്ല മഷി പോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്.
ഞാൻ ഈ പ്രഷർ കുക്കറിൻ്റെ തീ ഓഫ് ചെയ്തിരുന്നു 3-4 വിസിലിന് ശേഷം. ഇതിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ചക്ക ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ തീ വീണ്ടും ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണിത്, അതും കൂടി ചേർക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർക്കണം. ഈ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതുപോലെ നമുക്കൊരു 2-3 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം. രണ്ട് 3 മിനിറ്റിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി ഈ അടുപ്പത്തേക്ക് നമുക്കൊരു ചട്ടി വെക്കാം, അല്ലെങ്കിൽ ഏത് പാത്രമായാലും കുഴപ്പമില്ല. ഞാനിവിടെ മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ഈ ചട്ടി ചൂടായാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, എന്നാലും നല്ലൊരു രുചിയും മണവും ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. ഈ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കറി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ചക്കക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഉച്ചയൂണിന് പറ്റിയ വളരെ ഹെൽത്തിയും വളരെ രുചിയുമുള്ള കറിയാണ്. നിങ്ങളിത് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായവും അറിയിക്കുക. താങ്ക്